നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ആശുപത്രികളിലേക്ക് മുണ്ടക്കൈ മേഖലയിലാണ് ഇന്നത്തേക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. അത് നാളെ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പൊ ടി സിദ്ദിഖ് MLA കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് കണ്ടപ്പോൾ പ്രതികരിച്ചത്. അത്തരത്തിൽ പൊതുപ്രവർത്തകർ രംഗത്തുണ്ട്, നാട്ടുകാർ രംഗത്തുണ്ട്. ഈ ദുരന്തമുഖത്ത് നമ്മൾക്ക് ഉള്ള ഇത്തരം കേരളം കണ്ടതിൽ വെച്ച് തന്നെ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അപ്പോഴും നമ്മുടെ ആ ഒരു അതിജീവനത്തിലുള്ള ഒത്തൊരുമയും ഒക്കെ എല്ലാം ഈ വയനാട്ടിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ഏകോപിച്ചിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ്. ഈ ചൂരൽമലയുടെ മേഖലയിൽ നിന്നുള്ളവർ കൂടുതൽ ഈ ആശുപത്രികളിലേക്കൊക്കെ ഇപ്പോഴും എത്തുന്ന സാഹചര്യമുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ഇപ്പോഴും ഓരോ ഭാഗത്തു നിന്നായി രക്ഷപ്പെടുത്തി എത്തുന്ന ആളുകളൊക്കെ എത്തുന്നുണ്ട്. ആശുപത്രികളിൽ പോകേണ്ടവരൊക്കെ ആശുപത്രിയിൽ ചികിത്സ ആവശ്യമായവരൊക്കെ ചികിത്സ തേടുന്നു. അല്ലാത്തവരൊക്കെ നേരത്തെ തന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അവിടെ എത്തുമ്പോഴും അവരെ ഉറ്റവരെ കുറിച്ചാണ് അവരുടെ ചിന്ത. ഈ ഒരുപാട് രണ്ടുപേരൊക്കെ കുടുംബത്തോടൊപ്പം വരുന്നവരുണ്ട്, പക്ഷെ ഒറ്റയ്ക്കായി പോയവരുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യന്റെ വേറിട്ട അത് ഓരോരോ അനുഭവങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഓരോ മണിക്കൂറിലും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രമേൽ തീവ്രമാണ് ഈ ഒരു ദുരന്ത ഭൂമി എന്ന് നമുക്ക് ഈ നേരിട്ട് തന്നെ മനസ്സിലാകുന്നതാണ്. രാവിലെ മുതൽ ഈ മണിക്കൂർ വരെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ കഥകൾ, രക്ഷപ്പെട്ടവരുടെ കഥകൾ, അവരുമായി ബന്ധപ്പെട്ടവരുടെ കഥകൾ ഒക്കെയാണ്, അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിലേക്കാണ് നാളെ എന്തായാലും ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് അതീവ ദുഷ്കരമായിരുന്നു ദൗത്യം. പക്ഷെ നാളെ അത് ഏകോപിപ്പിച്ചുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങാനാകുമെന്നുള്ള പ്രതീക്ഷയാണ്. കുറെ പേര് അവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചെത്താൻ സാധിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ പുലർത്തുന്ന കുറച്ച് പേരൊക്കെ അവിടെയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വേദനയോടെ നോക്കുന്ന ഒരു കാര്യമാണ് ഈ പോത്തുകൽ മേഖലയിലൊക്കെ ഈ 57 മൃതദേഹമാണ് അവിടെ കണ്ടെത്തിയത്. അപ്പോൾ മലപ്പുറം SP ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യമാണ് കൂടുതൽ മൃതദേഹം ആ മേഖലയിലുണ്ട്, അത് തെരച്ചിലൂടെ കണ്ടെത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്, വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ അവിടെ നിൽക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്തു കൂടെ ഈ ചുരൽമല മേഖലയിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ആശുപത്രികളിലേക്ക് ഈ പരിക്കേറ്റവരൊക്കെ ഇപ്പോഴും എത്തുന്നു. ഒപ്പം മൃതദേഹം സ്വീകരിക്കാനായി, തിരിച്ചറിയാനായി ഇപ്പോഴും നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ആ ആശുപത്രിയിൽ മേപ്പാടി സർക്കാർ ആശുപത്രിയിലൊക്കെ വൻ തിരക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദിവിഷ. ശരി അരുൺ, തുടരുക. നിലവിൽ ചുരൽമല ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. മുണ്ടക്കൈയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റാത്ത സാധ്യതയുള്ളൂ. പക്ഷേ അതിരാവിലെ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും തെരച്ചിലുകൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പൂർണ്ണമായി ഏകദേശം ഒരു 8 കിലോമീറ്റർ നീളത്തിലെങ്കിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിരുന്നത് ഭാഗികമായി, പ്രത്യേകിച്ചും ചുരൽമല മേഖലയിലെ വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ വലിയ ഒരു ജോലിയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ KSEB ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസമാണ് ഇപ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു ദുരന്ത സമയത്ത്.